നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വളരെ കുറച്ച് വാർത്തകൾ മാത്രമാണ് ഇന്ന് പ്രവാസികളെ തേടിയെത്തിയിരിക്കുന്നത്. ഞായറാഴ്ച ദിവസമൊക്കെയാണ്. അപ്പോഴും നമ്മൾ ഏറെ വേദനിപ്പിക്കുന്നത് അമ്മയുടെയും മകളുടെയും ഇന്നലത്തെ ആ മരണ വാർത്ത തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് എന്ന വ്യക്തമാകുന്നു. വാർത്തകളിലേക്ക്. ഷാർജ അൽ നഹ്ദയിലെ ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്ന് വീണ് മലയാളി യുവതിയും 5 വയസ്സുള്ള മകളും മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. 32 നിലകളുള്ള കെട്ടിടത്തിന്റെ 15ാം നിലയിലെ ബാൽക്കണിയിൽ നിന്ന് 5 വയസ്സുകാരിയായ മകളെ താഴേക്ക് എറിഞ്ഞ ശേഷമാണ് 35-കാരിയായ അമ്മ ജീവനൊടുക്കിയത്. കെട്ടിടത്തിലെ 6 നിലകളിലെ പാർക്കിംഗ് സൗകര്യവും ജിംനേഷ്യവും ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കൂടി കണക്കാക്കുമ്പോൾ ഏകദേശം 22 നിലകളുടെ ഉയരത്തിൽ നിന്നാണ് ഇരുവരും താഴേക്ക് പതിച്ചതെന്ന് ദൃക്സാക്ഷികളും കെട്ടിടത്തിലെ ജീവനക്കാരും നൽകുന്ന വിവരം. കണ്ണൂർ അഴീക്കോട് പുതിയപറമ്പ് പുതിയകാവ് ഭഗവതി ക്ഷേത്രത്തിന് സമീപം ആർഷ അഷിതയിൽ ആർഷ എന്ന 35 വയസ്സുകാരിയും ഏകമകൾ റൂഹിയുമാണ് മരിച്ചത്. ഏതാനും വർഷമായി ഭർത്താവ് നിഖിലിനൊപ്പം ഷാർജ അൽ നഹ്ദയിൽ സഹാറ മാളിന് സമീപത്തെ ഫ്ളാറ്റിലാണ് ഇവർ താമസിച്ചിരുന്നത്. സ്വന്തമായി ഓൺലൈൻ ബിസിനസ് നടത്തിവരികയായിരുന്നു ആർഷ. നിഖിലിന്റെ പിതാവും സഹോദരനും ഭാര്യയും കുടുംബവുമെല്ലാം UAE-യിൽ തന്നെ ഉള്ളതാണ്. ആർഷയുടെ സഹോദരി അഷിതയും ഇവരുടെ തൊട്ടടുത്ത ഫ്ളാറ്റിലാണ് താമസം. അഴീക്കോട് സ്വദേശി TK പുരുഷോത്തമൻ ഗീത ദമ്പതികളുടെ മകളാണ് ആർഷ. ബുധനാഴ്ച രാവിലെ 7:15 പ്രവാസി സമൂഹത്തെ നടുക്കിയ ദുരന്തം ഉണ്ടായത്. വലിയൊരു ശബ്ദം കേട്ട് ഓടിയെത്തിയപ്പോഴാണ് റോഡിലും സമീപത്തെ നടപ്പാതയിലുമായി ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമ്മയുടെയും മകളുടെയും മൃതദേഹങ്ങൾ കണ്ടതെന്ന് കെട്ടിടത്തിലെ സുരക്ഷാ ജീവനക്കാരൻ പറഞ്ഞു. ഉടൻ തന്നെ പോലീസിലും ആംബുലൻസ് വിഭാഗത്തിലും വിവരമറിയിച്ചു. സുരക്ഷാ സേന സ്ഥലത്തെത്തി പ്രദേശം പൂർണ്ണമായും വളഞ്ഞ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും തുടർന്ന് മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. കേസ് ആത്മഹത്യയായി രജിസ്റ്റർ ചെയ്ത ഷാർജ പോലീസ് തുടർ നടപടികൾക്കായി കേസ് ഫയലുകൾ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയിട്ടുണ്ട്. കുടുംബ വഴക്കെന്നാണ് സൂചന. ഭർത്താവ് കസ്റ്റഡിയിൽ. യുവതിയുടെ ഭർത്താവ് നിഖിലിനെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരുന്നത്. സംഭവത്തിൽ തലേ ദിവസം ഈ ഫ്ളാറ്റിൽ കുടുംബ വഴക്ക് നടന്നതായും ഇതേ തുടർന്ന് പോലീസ് ഇവിടെ എത്തിയിരുന്നതായും അയൽവാസികൾ വെളിപ്പെടുത്തി. ഭാര്യയ്ക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി ഭർത്താവ് തന്നോട് പറഞ്ഞിരുന്നതായി സുരക്ഷാ ജീവനക്കാരനും വ്യക്തമാക്കി. വിമാനത്താവളവുമായി ബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുന്ന ഭർത്താവുമായി യുവതിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷമായി. കഴിഞ്ഞ 7 വർഷത്തിലേറെയായി ഇവർ ഇതേ ഫ്ളാറ്റിലാണ് താമസം. ഏവരുമായി എപ്പോഴും പുഞ്ചിരിയോടെ മാത്രം പെരുമാറിയിരുന്ന കുരുന്നിന്റെയും അമ്മയുടെയും അപ്രതീക്ഷിത വിയോഗം കെട്ടിടത്തിലെ താമസക്കാരെയും സുഹൃത്തുക്കളെയും കടുത്ത ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ദിവസവും രാവിലെ സ്കൂളിൽ പോകാൻ പിതാവിനൊപ്പം ഇറങ്ങുമ്പോൾ കൈവീശി യാത്ര പറഞ്ഞിരുന്ന ആ കൊച്ചുമിടുക്കിയുടെ മുഖം ഇപ്പോഴും കണ്ണിൽ നിന്ന് മാറിയിട്ടില്ലെന്ന് കെട്ടിടത്തിലെ ജീവനക്കാർ സങ്കടത്തോടുകൂടി ഓർക്കുകയാണ്. കൊല്ലം കടയ്ക്കലിൽ ദമ്പതികളെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകവും ആത്മഹത്യയുമാണെന്ന് പോലീസ്. ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് ജീവനൊടുക്കിയതെന്നാണ് പോലീസ് വിശദമാക്കുന്നത്. അഞ്ചുമുക്ക് സ്വദേശി സുഗതനെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഭാര്യ ലതയുടെ മൃതദേഹം കട്ടിലിലായിരുന്നു കണ്ടെത്തിയത്. ലതയെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയതാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശദമാക്കുന്നത്. തലയണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയ ശേഷം സുഗതൻ തൂങ്ങി മരിച്ചുവെന്ന നിഗമനത്തിലാണ് പോലീസ്. കുടുംബ പ്രശ്നങ്ങളാണ് കാരണമെന്നും പോലീസിന്റെ പ്രാഥമിക നിഗമനം. വിദേശത്തുനിന്ന് നാട്ടിലെത്തിയ കുടുംബം ഇന്ന് മടങ്ങിപ്പോകാൻ ഇരിക്കുകയായിരുന്നു. രാവിലെ ഇരുവരെയും പുറത്തേക്ക് കാണാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മരണവിവരം പുറത്തറിയുന്നത്. ലതയുടെ മരണത്തിൽ പോലീസിന് സംശയങ്ങൾ ഉണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ ദുരൂഹത നീങ്ങി. ഇന്നലെ രാത്രി ദമ്പതികൾ തമ്മിൽ വഴക്കിട്ടിരുന്നുവെന്ന് കുടുംബാംഗങ്ങൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇവരുടെ മകൻ കഴിഞ്ഞ ദിവസം വിദേശത്തേക്ക് മടങ്ങിപ്പോയിരുന്നു. കത്തിക്കയറുകയാണ് മക്കയിൽ ചൂട്. ഇന്ന് ഹജ്ജിന്റെ പുണ്യ കേന്ദ്രമായ അറഫയിൽ രേഖപ്പെടുത്തിയത് 46 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഹജ്ജിലേക്ക് നീങ്ങാൻ ഒരുങ്ങുന്നതിനിടയിൽ പ്രായമായ ഹജ്ജിമാരും ആരോഗ്യ പ്രയാസമുള്ളവരും പ്രയാസം നേരിടുന്നുണ്ട്. ഇത് നേരിടാനുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നതിൽ മലയാളി സന്നദ്ധ സംഘടനകളും രംഗത്തുണ്ട്. ഹജ്ജിന്റെ ആത്മാവാണ് അറഫ സംഗമം. അറഫയിൽ ഇന്ന് രേഖപ്പെടുത്തിയ താപനില 46 ഡിഗ്രി സെൽഷ്യസ് ആണ്. ചൂട് കത്തിക്കയറുന്നതിനിടെ നാളെ ഹാജിമാർ മിനായിലേക്ക് നീങ്ങും. ഹജ്ജിൽ പ്രായമേറിയവരുമുണ്ട്. എത്തിയ ശേഷം ആരോഗ്യ പ്രയാസങ്ങൾ നേരിടുന്നവരുമുണ്ട്. എല്ലാവർക്കും വേണ്ട മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മലയാളി സന്നദ്ധ സംഘടനകൾ. ചുമയുൾപ്പെടെ പ്രയാസങ്ങളും അധികമാണ്. പകർച്ച തടയാൻ മാസ്ക് ധരിക്കുകയാണ് ഏകമാർഗം. ഇത് ആരോഗ്യ മന്ത്രാലയം നിരന്തരം ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിലും മാസ്ക് ധരിക്കുന്നവർ കുറവാണ്. ഇതും അസുഖം പകരാൻ കാരണമുണ്ടാകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കായിക അധ്വാനം ഏറെ വേണ്ട കർമ്മങ്ങളാണ് ഹാജിമാർക്കുള്ളത്. അതിനു മുന്നോടിയായി മിനായിലെ തമ്പുകളിലും ശുചിമുറികളിലും മാസ്ക് ധരിച്ചും വ്യക്തി ശുചിത്വം പാലിച്ചുമേ ഈ പ്രയാസങ്ങൾ തടയാനാകൂ. ഇത് പരസ്പരം ഓർമ്മപ്പെടുത്തണമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. വിമാനങ്ങളിൽ പവർ ബാങ്കുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. പുതിയ നിർദ്ദേശങ്ങൾ വ്യക്തമാക്കി സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി.
വിമാനയാത്രക്കാർ കൈവശം കരുതുന്ന പവർ ബാങ്കുകൾക്കും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി സൗദി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ. അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായാണ് ഈ പരിഷ്കാരം. ഇത് സംബന്ധിച്ച സർക്കുലർ രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ സർവീസ് നടത്തുന്ന എല്ലാ എയർലൈനുകൾക്കും കൈമാറിയിട്ടുണ്ട്. പ്രധാന നിബന്ധനകൾ ഇവയൊക്കെയാണ്. എണ്ണത്തിൽ നിയന്ത്രണം. ഒരു യാത്രക്കാരന് പരമാവധി 2 പവർ ബാങ്കുകൾ മാത്രമേ വിമാനത്തിൽ കൊണ്ടുപോകാൻ അനുമതിയുള്ളൂ. ചാർജിങ്ങിന് വിലക്ക്. യാത്രാവേളയിൽ വിമാനത്തിനുള്ളിൽ വെച്ച് പവർ ബാങ്കുകൾ ചാർജ് ചെയ്യുന്നത് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. ഉപകരണങ്ങൾ കണക്ട് ചെയ്യരുത്. വിമാനയാത്രയിലുടനീളം മൊബൈലോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ചാർജ് ചെയ്യാൻ പവർ ബാങ്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. ചെക്ക് ഇൻ ലഗേജിൽ പാടില്ല. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി പവർ ബാങ്കുകൾ ചെക്ക് ഇൻ ലഗേജുകളിൽ, അതായത് വലിയ പെട്ടികളിൽ സൂക്ഷിക്കാൻ പാടില്ല. ശ്രദ്ധിക്കുക, പവർ ബാങ്കുകൾ വിമാന ക്യാബിനുള്ളിൽ ഹാൻഡ് ലഗേജായി മാത്രമേ കൈവശം വയ്ക്കാൻ അനുവാദമുള്ളൂ. ജീവനക്കാർക്കും ബാധകം തന്നെയാണ് ഇത്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ഈ പുതിയ നിയമങ്ങൾ വിമാന ജീവനക്കാർക്കും യാത്രക്കാർക്കും ഒരുപോലെ ബാധകമായിരിക്കുമെന്ന് സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി വ്യക്തമാക്കി. നിയമലംഘനങ്ങൾ ഒഴിവാക്കാൻ യാത്രക്കാർ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു.